ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ചക്ക ഹലുവ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കുറേ ചക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ വീട്ടിൽ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചക്ക ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 തേങ്ങകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ചക്കയാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസ് ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 3 തേങ്ങ മതിയാവും കേട്ടോ. അതിൻ്റെ പാൽ മതിയാവും. ഇനി ഈ ചക്കത്ത് കുരു ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. കുരു കളഞ്ഞ ചക്കനെ ഇതേപോലെ ഓരോ ചുളയായിട്ട് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരക്കുമ്പോൾ നന്നായിട്ട് വേഗം അരഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒന്നെല്ലതും സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇതേപോലെ തേങ്ങ കൊത്താക്കിയിട്ട് എടുക്കണം കേട്ടോ. അത് നമുക്ക് ഹൽവയിൽ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് തേങ്ങനെ ഇങ്ങനെ കൊത്തിയെടുക്കണുണ്ട് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക നമുക്കൊന്നെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരഞ്ഞോട്ടെ, ക്രഷ് ചെയ്യല്ല, നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നമുക്കിതിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ. ചക്കയുടെ മധുരത്തിനും നമ്മളെ ടേസ്റ്റിനനുസരിച്ചും വേണം നമ്മൾ ശർക്കര ഉരുക്കാൻ. ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ടാവും കേട്ടോ. 2 ചക്കോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്ക നല്ല പേസ്റ്റ് രൂപേണ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ചക്കനെ അരച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 3 തേങ്ങയുടെ ഫസ്റ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല കൊഴുന്നനെയുള്ള പാലാണ്. അത് ഞാൻ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ, അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തില്ലേ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമുക്കിതിനെ. ഇത് നന്നായിട്ടൊന്ന് ഇളകി വരണം. അടിയിൽ പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ ഇതിനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചട്ടി മാറ്റിയിട്ട് അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബാക്കിയുള്ള ശർക്കര പാനും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ട് ഇതേ കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് ടൈം എടുക്കും നമുക്കതൊന്ന് ആയി കിട്ടാൻ. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായ ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മധുവും കാര്യങ്ങളൊക്കെയാണ് ഏലക്കായ ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹൽവ അങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മേത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കരുത്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 2 ടീസ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഞാൻ കുറച്ച് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കണുണ്ട്. ഇതും കൂടി നമ്മളതിൽ ഒഴിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ നമുക്ക് ഹൽവ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപേണ ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അതും കൂടി കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ അടിയിൽ പിടിക്കാണ്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തവിയിൽ നിന്ന് അതിങ്ങനെ വിട്ട് കിട്ടണം, അത്രയും നമ്മൾ വേവിക്കണം കേട്ടോ. ഇതിനെ നന്നായി കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് കാഷ്യൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിനൊരു കേക്ക് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തിട്ടുള്ള ഹൽവല്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു കേക്ക് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്.
നമ്മൾ ചായപാത്രത്തിൽ കണ്ടോ അത് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ അത് ചെയ്യണം കേട്ടോ. നല്ല ചൂട് സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ അത് അതിലേക്ക് ഇതാക്കി സെറ്റ് ആക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് ചൂടാറിയിൽ ഇതേപോലെ നമുക്കൊരു കേക്ക് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു കേക്ക് പോലെ കിട്ടും. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി റെസിപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.